നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് പോകേണ്ടത് ഇറാനിലേക്കാണ്. ഇറാനിലെ മിലിറ്ററി ജനറൽ ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അത് ഇസ്രയേലിനും അമേരിക്കയ്ക്കുമാണ് ഈ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇസ്രയേലിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ അമേരിക്ക സന്ദർശിക്കാൻ പോകുന്നു എന്നൊരു വാർത്തകൾക്കിടെയാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു മുന്നറിയിപ്പ് വരുന്നത്. ഇറാന് ഭീഷണിയായി ഏത് രാജ്യം നിന്നാലും ഇറാൻ പിന്നോട്ട് പോകില്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇറാൻ ഒരു യുദ്ധത്തിനും തുടക്കമിടില്ല, എന്നാൽ ഏത് നിമിഷവും ഏത് സെക്കൻഡും ഞങ്ങൾ തയ്യാറായി തന്നെ നിൽക്കുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഞങ്ങൾക്ക് ഭീഷണി ഉയർത്തി നിന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു സ്റ്റെപ്പ് പോലും പുറകോട്ട് പോകില്ല. IRGC ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ തലവനാണ് ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇസ്രയേൽ എന്നും ഇറാന്റെ ദൂരപരിധിയിൽ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് വെറുതെ പറയുന്നൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. കാരണം ഇതിനു മുമ്പ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാൻ സാധിക്കും, ഇതിനു മുമ്പ് ഇസ്രയേൽ ഇറാനിലേക്ക് ഒരു ആക്രമണം നടത്തിയിരുന്നു. അതിൻ്റെ പ്രതികരണം എന്ന രീതിയിൽ ഇറാനും ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തിയിരുന്നു. തീർച്ചയായിട്ടും നമുക്ക് ഓർമ്മയുണ്ടായിരിക്കും, അന്ന് ഡ്രോണുകളും അതുപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈലുകളും എല്ലാം കൊണ്ട് തന്നെയാണ് ഇസ്രയേലി നഗരങ്ങളെ ഇറാൻ പ്രകമ്പനം കൊള്ളിച്ചത്. അതുകൊണ്ട് തന്നെ ഈ IRGCയുടെ തലവൻ്റെ ഈ വാക്കുകൾ വളരെയധികം പ്രാധാന്യത്തോടു കൂടിയാണ് ലോകം വീക്ഷിക്കുന്നത്. മറ്റൊരു വാർത്ത, ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അമേരിക്കൻ സന്ദർശനത്തിന് മുന്നോടിയായിട്ട് ഇപ്പോൾ ഹമാസ് ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട്. ഹോസ്റ്റേജസിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 2 പേരെയാണ് കാണാൻ സാധിക്കുന്നത്. പറയപ്പെടുന്നത് ഗസയിൽ ഇപ്പോഴും 59 ഹോസ്റ്റേജസ് ഉണ്ട് എന്നാണ്. അതായത് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുന്നവരുൾപ്പെടെ ഒരു 59 പേരോളം ഗസയിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ വീഡിയോയിൽ ഈ ഹോസ്റ്റേഴ്സ് പറയുന്നത്, ഞങ്ങളെ പെട്ടെന്ന് തന്നെ, അതായത് ഇസ്രയേലി ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങളെ വിടണം, അതായത് ഞങ്ങളുടെ മോചനത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഇവർ ഈ വീഡിയോയിൽ കൂടെ പറയുന്നത്. 1 വർഷത്തോളം ഇസ്രയേൽ സേന കിണഞ്ഞു ശ്രമിച്ചിട്ടും നടക്കാത്ത ബന്ധിമോചനം, അതായത് അവരുടെ സേന ഒരു മിലിറ്ററി ആക്ഷനിൽ കൂടെ ഈ ഒരു ബന്ധികളെ മോചിപ്പിക്കുക എന്നുള്ള കാര്യം നടന്നിട്ടില്ല ഇതുവരെ 1 വർഷത്തിലധികമായിട്ടും. തീർച്ചയായിട്ടും നെതന്യാഹു അമേരിക്കയിൽ എത്തുമ്പോൾ ഇതും ഒരു ചർച്ചാ വിഷയമായിട്ട് അവിടെ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. ഹമാസ് പറയുന്നത് ബന്ധികളുടെ മോചനം എന്ന് പറയുന്നത് അത് ഇസ്രയേലിൻ്റെ കൈകളിലാണ് എന്നാണ്. 2024 ഓഗസ്റ്റിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് ഏകദേശം 6ഓളം ബന്ധികൾ മരണത്തിന്, തീർച്ചയായിട്ടും അതൊരു സങ്കടകരമായ കാര്യമാണ്, മരണത്തിന് കാരണമായിട്ടുണ്ടായിരുന്നു ആ ഒരു ഇൻസിഡൻറ്റ്. ഇത് 2024 നടന്നൊരു ഇൻസിഡൻ്റ് ആയിരുന്നു. അതിനിടെ അമേരിക്ക ഇസ്രയേലിലേക്ക് 2ാമത്തെ THAAD എയർ ഡിഫൻസ് സിസ്റ്റം അയക്കുന്നു എന്ന രീതിയിലൊരു വാർത്ത വരുന്നുണ്ട്. അതായത് THAAD എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയുടെ എയർ ഡിഫൻസ് സിസ്റ്റമാണ്. മിസൈലുകളും മറ്റും വരുമ്പോൾ പ്രതിരോധിക്കുന്നതിനാവശ്യമായിട്ടുള്ളൊരു മിസൈൽ ഡിഫൻസ് സിസ്റ്റമാണ് ഈ THAAD എന്ന് പറയുന്നത്. ഇറാനിൽ നിന്നുള്ള ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു THAAD എയർ ഡിഫൻസ് സിസ്റ്റം ഇസ്രയേലിലേക്ക് എത്തിക്കുന്നത്. ഇതിന് മുമ്പൊരു പ്രാവശ്യം ഈ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം എത്തിച്ചിട്ടുണ്ട്. അത് ബൈഡൻ്റെ കാലത്താണ്. ഒരു 6 മാസം മുമ്പാണ് ഇത്തരം ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ഇസ്രയേലിലേക്ക് എത്തിയത്. ഇതിപ്പോൾ അത് 2ാമത്തെ ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാണ് ഇപ്പോൾ ഇസ്രയേലിലേക്ക് പോകാൻ പോകുന്നത്. ഏപ്രിൽ 5-ന് ഈ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ഇസ്രയേലിൽ എത്തിയെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇതിൽ എത്തിയോ ഇല്ലയോ എന്നുള്ളത് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. പറയപ്പെടുന്നത് ഈ THAAD ഡിഫൻസ് സിസ്റ്റം ഏതുതരം മിസൈലുകളെയും തടഞ്ഞിടാൻ പ്രാപ്തമാണ് എന്നാണ്. എന്നാൽ ഇറാനിൽ നിന്ന് വരുന്ന മിസൈലുകളെ ഇതെങ്ങനെ തടഞ്ഞിടും? അങ്ങനെ വരാതിരിക്കട്ടെ, വന്നു കഴിഞ്ഞാൽ എങ്ങനെ തടഞ്ഞിടും എന്നുള്ളത് തീർച്ചയായിട്ടും ലോകം ഉറ്റുനോക്കുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ തീർച്ചയായിട്ടും വളരെയധികം കോൺഫ്ലിക്റ്റുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു അമേരിക്കയിലേക്ക് ഇനി ഈ ഇസ്രയേലി പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു പോകുന്നതും അവർ തമ്മിലുള്ളൊരു മീറ്റിംഗ്, അവർ തമ്മിലുള്ളൊരു സംഭാഷണം തീർച്ചയായിട്ടും വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒന്നാണ്. വളരെയധികം കാര്യങ്ങൾ അവർ ഡിസ്കസ് ചെയ്യുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. സോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ള മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള വാർത്തകൾ.